സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവങ്ങളിലൊന്നാണ് ഇറാനെതിരെയുള്ള യുദ്ധം. ഈ യുദ്ധത്തെ പല രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ചിലർ പറയുന്നു ഇത് തടയേണ്ട ഭീഷണി ആയതിനാൽ മുൻകരുതൽ ആക്രമണങ്ങളാണെന്ന്. ചിലർ പറയുന്നു ഇറാനിലെ ഭരണകൂടം ഏകാധിപത്യമാണ്, അതിനാൽ അതിനെ തടയേണ്ടതാണെന്നാണ്. മറ്റു ചിലർ പറയുന്നു ഇറാൻ്റെ ആണവവും മിസൈൽ പദ്ധതികളും നശിപ്പിക്കേണ്ടതാണെന്ന്. പക്ഷേ ഒരു പ്രധാന കാര്യം പലരും പറയുന്നില്ല. ഇറാൻ്റെ ഇന്നത്തെ നിലപാട് മനസ്സിലാക്കാൻ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. ഇറാനിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ വളരെ പഴക്കമുള്ളതാണ്. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ എഡ്മുണ്ട് അയൺസൈഡ് പിന്തുണയോടെ റസ ഖാൻ അധികാരത്തിലെത്തി. പിന്നീട് അദ്ദേഹം രാജാവായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റസ പഹ്ലവി അധികാരത്തിൽ വന്നു. ഇതെല്ലാം എന്തിനായിരുന്നു? ഇറാനിലെ വലിയ എണ്ണ സമ്പത്ത് നിയന്ത്രിക്കാൻ. ആ സമയത്ത് എണ്ണ നിയന്ത്രിച്ചത് ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനിയായിരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷ് പെട്രോളിയമായി. 1951 ഇറാനിൽ വലിയ മാറ്റമുണ്ടായി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് മുഹമ്മദ് മൊസാദത്ത് പ്രധാനമന്ത്രിയായി വന്നു. അദ്ദേഹം വലിയൊരു തീരുമാനമെടുത്തു. ഇറാനിലെ എണ്ണ വ്യവസായം ദേശീയവൽക്കരിച്ചു. ഇത് പാശ്ചാത്യ ശക്തികൾക്ക് സമ്മതമായില്ല. അതിനാൽ 1953 അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സൈനിക അട്ടിമറി സംഘടിപ്പിച്ചു. മൊസാദക്കിൻ്റെ സർക്കാർ പുറത്തായി. ഇതോടെ ഇറാനിൽ ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടു. ഷാ വീണ്ടും അധികാരം പിടിച്ചു. ശക്തമായ ഏകാധിപത്യ ഭരണമായി മാറി. 1979 ഇറാനിൽ വലിയ വിപ്ലവം നടന്നു. ഈ വിപ്ലവത്തിൽ പല വിഭാഗങ്ങൾ പങ്കെടുത്തു: മതനേതാക്കൾ, വ്യാപാരികൾ, ഇടതുപക്ഷ ശക്തികൾ. പക്ഷേ അവസാനം അധികാരം മതനേതാക്കളുടെ കൈകളിലെത്തി. ഈ വിപ്ലവത്തിൻ്റെ നേതാവ് അയത്തുള്ള ഖൊമേനി ആയിരുന്നു. അദ്ദേഹം വിലായത്ത് ഇ ഫക്കി എന്ന രാഷ്ട്രീയ സംവിധാനം സ്ഥാപിച്ചു. അത് മതനേതാക്കളുടെ മേൽനോട്ടത്തിലുള്ള ഭരണരീതിയാണ്. ഇറാനിൽ യഥാർത്ഥ അധികാരം പിന്നീട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സൈനിക ശക്തികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചു. ഇറാൻ്റെ ആണവ പദ്ധതി പുതിയതല്ല. 1950കളിൽ തന്നെ ഇത് ആരംഭിച്ചു. ആ സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെ സഹായിച്ചു. 1967 അമേരിക്ക നൽകിയ ആദ്യ ആണവ റിയാക്ടർ പ്രവർത്തനം തുടങ്ങി. ഇറാൻ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന കരാറിൽ 1968 തന്നെ ഒപ്പുവെച്ചു. അതിനാൽ ഇറാൻ നിയമപരമായി ആണവ ആയുധം നിർമ്മിക്കാൻ അനുവദനീയമല്ലായിരുന്നു. പക്ഷേ സമാധാനപരമായ ആണവ ഗവേഷണം നടത്താൻ അവകാശമുണ്ടായിരുന്നു. 1980 ഇറാഖ് ഇറാനെ ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ ഇറാഖിനെ അമേരിക്ക പിന്തുണച്ചു. ഇറാന് വലിയ നാശനഷ്ടമുണ്ടായി. ഏകദേശം 3.5 ലക്ഷം പേർ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഈ അനുഭവം ഇറാനെ ഒരു കാര്യത്തിൽ ചിന്തിപ്പിച്ചു: സ്വന്തം സുരക്ഷ ഉറപ്പാക്കണം. 2000കളിൽ ഇറാൻ ചില രഹസ്യ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിച്ചതായി ആരോപണം ഉയർന്നു. 2002 ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അന്വേഷണം ആരംഭിച്ചു. പിന്നീട് നിരവധി ചർച്ചകൾ നടന്നു. അവസാനം 2015 ഒരു വലിയ കരാർ ഉണ്ടാക്കി. അത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നു. ഈ കരാറിന്റെ ഭാഗമായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം കുറച്ചു, പരിശോധനകൾ അനുവദിച്ചു. 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറി. അതിനുശേഷം വീണ്ടും സംഘർഷം വർദ്ധിച്ചു. 2025 ജൂൺ 13 ഇസ്രായേൽ ഇറാനിൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി. ന്യൂക്ലിയർ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുദ്ധത്തിൽ ചേർന്നു. ആക്രമണത്തിൻ്റെ കാരണം ആദ്യം പറഞ്ഞത് ആണവ ഭീഷണി ആയിരുന്നു. പക്ഷേ പിന്നീട് പറഞ്ഞത് ഇറാൻ്റെ മിസൈൽ ശക്തി നശിപ്പിക്കണമെന്നായിരുന്നു. ഇപ്പോൾ വരെ അമേരിക്ക ആവശ്യപ്പെടുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ, അതായത് പൂർണ്ണ കീഴടങ്ങൽ. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തെ മുൻകരുതൽ ആക്രമണം നടത്താൻ 3 നിബന്ധനകളുണ്ട്. ഭീഷണി ഉടൻ ഉണ്ടാകണം, മറ്റൊരു മാർഗവും ഉണ്ടായിരിക്കരുത്, നയതന്ത്ര ചർച്ചയ്ക്ക് സമയം ഉണ്ടായിരിക്കരുത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടായില്ല. ചർച്ചകൾ തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ഇപ്പോൾ ഭരണകൂട മാറ്റത്തിനുള്ള ശ്രമമായി മാറിയതായി പലരും കരുതുന്നു. 2026 മാർച്ച് 2 റാഫേൽ ഗ്രോസി എന്ന IAEA ഡയറക്ടർ ജനറൽ ഒരു പ്രധാന കാര്യം പറഞ്ഞു: ഇറാൻ ആണവ പദ്ധതിയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ആണവ ബോംബ് നിർമ്മിക്കാൻ സുസ്ഥിരമായ പദ്ധതിയുണ്ടെന്ന് തെളിവില്ല. ഈ മുഴുവൻ ചരിത്രം നോക്കുമ്പോൾ ഒരു മാതൃക കാണാം. ഇറാനിലെ ജനാധിപത്യ സർക്കാർ പാശ്ചാത്യ ശക്തികൾ അട്ടിമറിച്ചു. അതിനു പകരം ഏകാധിപത്യ ഭരണത്തെ പിന്തുണച്ചു. ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ശത്രുക്കളെ പിന്തുണച്ചു. പിന്നീട് ആണവ സാങ്കേതികവിദ്യ നേടുന്നത് തടഞ്ഞു. ഒരു കരാർ ഉണ്ടാക്കിയ ശേഷം അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ആണവ ഭീഷണിയുടെ പേരിൽ ആക്രമണം നടത്തുന്നു. ഇവിടെ വലിയൊരു ഇരട്ട മാനദണ്ഡവും കാണാം. ഇസ്രായേൽ ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്നാൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് ലോകം വിശ്വസിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ വികസിപ്പിച്ചു. പിന്നീട് ലോകം അവയെ അംഗീകരിച്ചു. പക്ഷേ കരാറിൽ ഒപ്പുവെച്ച ഇറാൻ സിവിൽ ആണവ പദ്ധതി ഉണ്ടായിരുന്നിട്ടും കടുത്ത ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടു. ഈ ചരിത്രം നമ്മോടൊരു പ്രധാന സത്യം പറയുന്നു: ഇറാന്റെ ആണവ പദ്ധതി വെറും ആക്രമണ പദ്ധതിയല്ലെന്ന് ചിലർ പറയുന്നു.
അതൊരു സുരക്ഷാ ഇൻഷുറൻസ് പോലെയാണ്. പല തവണ ആക്രമിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ശ്രമം. പക്ഷേ ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തിൻ്റെ രഹസ്യ സ്വഭാവവും കടുത്ത ഭാഷയും അതിൻ്റെ ശത്രുക്കൾക്ക് ഈ പദ്ധതിയെ ആക്രമണപരമായി ചിത്രീകരിക്കാൻ അവസരം നൽകി. ഇതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധം. അതിനാൽ ചോദ്യം ഇതാണ്: ലോകം വീണ്ടും യുദ്ധത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് സമാധാനത്തിൻ്റെ വഴി കണ്ടെത്തുമോ?